ചാലിബിന്റെ തിരോധാനത്തിൽ എന്തൊക്കെയോ കലങ്ങി മറിയുന്നു. തിരൂർ ഡെപ്യൂട്ടി തഹസിൽദാർ PB ചാലിബിനെ കാണാതായ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. തഹസിൽദാരെ പോക്സോ കേസിൽ പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപ തട്ടിയ 2 പേരെ പോലീസ് പിടികൂടി. ഇന്നലെ രാത്രിയിലാണ് തഹസിൽദാർ തിരികെ വീട്ടിലെത്തിയത്. ഭീഷണിയെ തുടർന്നുള്ള മാനസിക സംഘർഷത്തിലാണ് നാട് വിട്ടതെന്നും ഡെപ്യൂട്ടി തഹസിൽദാർ പോലീസിനോട് പറഞ്ഞു. രണ്ടത്താണി സ്വദേശികളായ ഫൈസൽ, വെട്ടിച്ചിറ സ്വദേശി അജ്മൽ എന്നിവരാണ് അറസ്റ്റിലായത്. രണ്ടത്താണി സ്വദേശി ഷഫീഖ് പോലീസ് കസ്റ്റഡിയിലുണ്ട്. പോക്സോ കേസിൽപ്പെടുത്തി കുടുംബം നശിപ്പിക്കുമെന്നായിരുന്നു പ്രതികളുടെ ഭീഷണി. 3 തവണയായാണ് പ്രതികൾ പണം തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. ഡെപ്യൂട്ടി തഹസിൽദാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. ആളുടെ കയ്യിൽ നിന്ന് 3 തവണയായിട്ട് പണം തട്ടിയെടുത്തു, കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലിഗേഷന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇദ്ദേഹം ഇവിടെ നിന്ന് പോയത് എന്നുള്ള രീതിയിലുള്ള വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ FIR ഇട്ട് അന്വേഷണം നടത്തി. ഇതിന്റെ 2 പേരെ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തു. പോക്സോ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടാണ് പണം വാങ്ങിയിട്ടുള്ളത്. പ്രതികൾ ഡെപ്യൂട്ടി തഹസിൽദാറിനെ ഭീഷണിപ്പെടുത്തിയ സംഭവം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇതുവരെയും ആരും പരാതി നൽകിയിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ചയാണ് PB ചാലിബ് കർണാടകയിലേക്ക് നാടുവിട്ടത്. തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 24 തിരൂർ.